നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? എന്നാൽ വാട്സപ്പിൽ നമ്മൾ മാറ്റം ചെയ്ത് വയ്ക്കാത്ത 2-3 സെറ്റിങ്സുകളാണ്, ഇമ്പോർട്ടൻറ്റ് പ്രൈവസി സെറ്റിങ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും പറയാറുണ്ട്, എൻ്റെ അനുമതിയില്ലാതെ എന്നെ ഒരാൾ ഗ്രൂപ്പിൽ ഒക്കെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ സ്റ്റാറ്റസിനെ ഒരാൾ കണ്ടിട്ട് അതിനെ വളരെ മോശമായിട്ട് വ്യാഖ്യാനിച്ചു, അങ്ങനെ പലവരും പറയാറുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് വഴി തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. വാട്സപ്പിലെ പ്രൈവസി സെറ്റിങ്സിൻ്റെ അകത്ത് തന്നെ ഇതുണ്ട്. പക്ഷേ അതെല്ലാം എവരി വണ്ണാണ് കിടക്കുന്നത്. നമ്മൾ അത് മാറ്റി മൈ കോണ്ടാക്ട്സിലോ വേറെ വല്ല ഓപ്ഷനിലോ ആക്കണം. നമുക്കിഷ്ടമുള്ള ഓപ്ഷനിലാക്കണം. എവരി വണ്ണിൽ കിടന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ നമ്മളെ അനുമതിയില്ലാതെ ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുന്നത്. നമ്മളെ കോണ്ടാക്റ്റിലുള്ള ആളുകളല്ലാതെ ബാക്കിയുള്ളവർ നമ്മളെ സ്റ്റാറ്റസൊക്കെ കാണുന്നത്, അതുപോലെ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വാട്സപ്പിൻ്റെ പ്രൈവസി സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, ഇനി പരാതി പറഞ്ഞവർക്കും പരാതി പറയാത്തവർക്കും ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വാട്സപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈവസി സെറ്റിങ്സാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ സെറ്റിങ്സ്, എവിടെയാണ് ആ സെറ്റിങ്സ് പ്രൈവസീൻ്റെ അകത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു MK ജോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. 2 ചാനലിലും ആളെന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വാട്സപ്പിൻ്റെ അത്തരത്തിലുള്ള പ്രൈവസി സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ആദ്യം തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തൊട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ലാസ്റ്റ് സ്ക്രീന് ഓൺലൈൻ, അതായത് നിങ്ങളെ ലാസ്റ്റ് സ്ക്രീന് സമയം അടക്കം കാണിക്കും. നമ്മൾ ഓൺലൈനിലുണ്ടോ എന്ന് ബാക്കിയുള്ളവർക്ക് അറിയാനും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനിലുണ്ട് എന്ന് അറിയണ്ട എന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ നോബഡി എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അറിയണം എന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ മൈ കോണ്ടാക്ട്സ് കൊടുത്താൽ മതി. മൈ കോണ്ടാക്ട്സ് കൊടുത്താൽ നമ്മളെ കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രം നമ്മളെ ലാസ്റ്റ് സ്ക്രീൻ ഓൺലൈനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എവരി വണ്ണാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നമ്മളെ ലാസ്റ്റ് സ്ക്രീനും ഓൺലൈനും കാണാൻ പറ്റില്ല. സെലക്ട് ചെയ്യുന്ന ആളെ മാത്രം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ലാസ്റ്റ് സ്ക്രീനും ഓൺലൈനും സമയം അടക്കം കാണാൻ സാധിക്കത്തില്ല. ഞാൻ റെഫർ ചെയ്യുന്ന ഒരിതാണ്, നമ്മൾ നോബഡി തന്നെ കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് സ്ക്രീൻ എന്തിനാണ് നമ്മൾ തന്നെ അറിഞ്ഞാൽ പോയി. പിന്നെ ഇവിടെ താഴെ 2 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മുകളിൽ കൊടുക്കുന്ന ഓപ്ഷൻ തന്നെയായിരിക്കും താഴെയും പ്രവർത്തിക്കുക. നമ്മൾ മുകളിൽ മൈ കോണ്ടാക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട്സിലുള്ളവർക്ക് മാത്രം നമ്മളെ ലാസ്റ്റ് സ്ക്രീനൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എവരി വണ്ണാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ തന്നെ തുടർച്ചയായി പ്രവർത്തിക്കുന്നതാണ്. ഇനി നമ്മളെ മൈ പ്രൊഫൈൽ ഫോട്ടോ, അത് അതായത് നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ആരൊക്കെ കാണണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് സെക്യൂരിറ്റി സെറ്റിങ്സ്, പ്രൈവസി സെറ്റിങ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഇതിലും കൊടുക്കുക. എവരി വണ്ണാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൈ കോണ്ടാക്ട്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റിലുള്ള ആൾക്ക് മാത്രം നമ്മളെ
എന്താ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന നേരത്തെ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുകയില്ല, ബാക്കി എല്ലാവർക്കും കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി നോബഡിയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ നിങ്ങളെ ഇത് കാണാൻ സാധിക്കത്തില്ല, പ്രൊഫൈൽ ഫോട്ടോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് കൊടുക്കുക. ഞാനിപ്പോൾ മൈ കോണ്ടാക്ട്സ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം എബോട്ട്, ഇത് നിങ്ങളെ ഇഷ്ടത്തിന് കൊടുക്കുക. എബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഹു ക്യാൻ സീ മൈ എബോട്ട്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഇതാണ്. നിങ്ങൾ ഈ ഓപ്ഷനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്ത് വെക്കുക. ഈ ഓപ്ഷൻ നമ്മളെ ബാക്കിയുള്ള ഓപ്ഷൻ പോലെ തന്നെയാണ്. ഇനി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആർക്കെങ്കിലും നമ്മൾ ലിങ്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആരൊക്കെ കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇവിടെ എവരി വണ്ണാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. മൈ കോണ്ടാക്ട്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റിലുള്ള ആൾക്ക് മാത്രം നമ്മൾ ലിങ്ക് അയച്ചിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നോബഡിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. പിന്നെ മറ്റു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ ഹോംവർക്കൊന്നും തന്നില്ല, നിങ്ങൾ അവസാനം എവര് പറയാൻ മടിച്ചല്ലേ എന്ന് പറഞ്ഞ് പറയും. അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ എന്താണെന്ന് വീണ്ടും ഞാൻ ക്ലിയറായിട്ട് പറയുകയാണ്. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാറ്റസ് ആരൊക്കെ കാണണം എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷനാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരും നമ്മളെ സ്റ്റാറ്റസ് കാണണമെങ്കിൽ എവരി വൺ എന്ന് കൊടുക്കാം. അതായത് നമ്മൾ സേവ് ചെയ്യുന്നവരോ സേവ് ചെയ്യാത്തവരോ നമ്മളെ സ്റ്റാറ്റസ് കാണണമെന്നുണ്ടെങ്കിൽ എവരി വൺ കൊടുക്കാം. നമ്മളെ കോണ്ടാക്റ്റിൽ മാത്രം ഉള്ളവർ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കൊടുക്കാം. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നവർ മാത്രം കാണണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ ആർക്കും തന്നെ നമ്മളെ സ്റ്റാറ്റസ് കാണേണ്ട, നമ്മൾ തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാറ്റം വരുത്തുകയാണ്. മൈ കോണ്ടാക്ട്സ് കൊടുക്കുകയാണ്. എൻ്റെ കോണ്ടാക്റ്റിലുള്ള ആളുകൾ മാത്രം അത്തരത്തിലുള്ള എൻ്റെ സ്റ്റാറ്റസ് കണ്ടാൽ മതി. ഇനി നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് വരാതെ വാട്സപ്പ് മെസ്സേജുകൾ വായിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ തന്നെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. മറ്റുള്ളവരും വാട്സപ്പ് മെസ്സേജ് അയച്ചു വന്ന് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതോടുകൂടി അറിയാൻ സാധിക്കുന്നതല്ല. ഇതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷമുണ്ട്. ഇത് വാട്സപ്പിൻ്റെ ഒരു പ്രൈവസി സെറ്റിങ്സ് തന്നെയാണ്. ഇനി ഗ്രൂപ്പ്സ് ഇതാണ് നിങ്ങൾ പലവരും എന്നോട് ചോദിച്ചത്. ഇത് നിങ്ങൾ എവരി വണ്ണാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും നിങ്ങളെ അനാവശ്യ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടെ അല്ലാതെ തന്നെ അവർക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകളോ എന്തെങ്കിലും അയച്ചു തരാൻ സാധിക്കുന്നതാണ്. ഇനി എവരി വൺ എന്ന് പറഞ്ഞാൽ അതാണ്. മൈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർ മാത്രം എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അത് കൊടുക്കാം. മൈ കോണ്ടാക്റ്റ് വെബ്സൈറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട എന്ന് ആഗ്രഹമുള്ള ആഗ്രഹം, നമ്മളൊരിക്കലും ഗ്രൂപ്പിൽ ഇന്ന ആൾ നമ്മളൊരിക്കലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം എത്ര ആളെയാണ് നിങ്ങളെ ഗ്രൂപ്പിൽ ഒരിക്കലും ആഡ് ചെയ്യേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാത്രം നിങ്ങളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാനും സാധിക്കുകയില്ല. ഇനി അടുത്ത ഓപ്ഷൻ ഇതാണ് സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ. മറ്റേത് സ്റ്റാറ്റസ് സംബന്ധമായിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നോബഡിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കത്തുള്ളൂ. മൈ കോണ്ടാക്ട്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റിലുള്ള മൊത്തം ആളുകൾക്കും നിങ്ങളെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഈ നടുക്കുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ
എല്ലാവർക്കും തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഈ ലൈവ് ലൊക്കേഷൻ അത് ആവശ്യമില്ലാത്ത ഓപ്ഷനാണ്. ഇനി കോള് നമ്മൾ സാധാരണയൊക്കെ ഉപയോഗിക്കുന്ന ഓപ്ഷന് ആപ്പ് ലോക്ക്, ചാറ്റ് ലോക്ക് ഒക്കെ ഉള്ള ഓപ്ഷനാണ്. എല്ലാം ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് വാട്സപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട ഓപ്ഷൻസുകൾ. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണോ മാറ്റി വയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾ എവരി വേണേൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അനാവശ്യ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആടായിപ്പെടുന്നത്. വാട്സപ്പ് അത് ഡിഫാൾട്ടായിട്ട് എവരി വേണേൽ കൊടുത്തിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള ഈ കാണിച്ച ഓപ്ഷനിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യ ഗ്രൂപ്പുകളിലോ സൈറ്റുകളിലോ ഒന്നും നിങ്ങൾ വാട്സപ്പ് വഴി ആഡ് ചെയ്തപ്പെടണമില്ല. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മൈ കോണ്ടാക്ട്സിന് കൊടുത്താൽ മതി. എങ്കിൽ നമ്മളെ കോണ്ടാക്ട്സിലുള്ളവർക്ക് മാത്രം നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെയാണ് ലാസ്റ്റ് സീൻ. പലരും പറയാറുണ്ട് ഓരോരുത്തരും നമ്മളെ ലാസ്റ്റ് സീൻ കാണുന്നുണ്ട് 9:40. നമ്മൾ ലാസ്റ്റ് എപ്പോഴാണോ വാട്സപ്പിൽ നിന്ന് പോയിട്ടുള്ളതെന്ന് ഓരോരുത്തർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അറിയണ്ട എന്നുള്ളവരാണെങ്കിൽ ഇത് നോട്ട് വഴി എടുക്കുക. ബാക്കി ഞാൻ പറഞ്ഞ സെറ്റിങ്സും കൂടെ നിങ്ങൾ വാട്സപ്പിൽ കറക്റ്റായി ചെയ്ത് വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഇനി വാട്സപ്പിൽ നിങ്ങൾക്ക് വരികയില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണോ ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റവും വരുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിൽ 2 ചാനലും കാണാൻ സാധിക്കുന്നതാണ്. 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.